രാജ്യത്ത് വൻ കോളക്കമുണ്ടാക്കിയ മലേഗാവ് സ്ഫോടന കേസിൽ വിധിയുടൻ മുംബൈയിലെ പ്രത്യേക NIA കോടതിയുടേതാണ് വിധി പറയുക. BJP നേതാവ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കം 7 പേരാണ് കേസിലെ പ്രതികൾ. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വ്യവഹാരം നടന്ന ഒരു ടെറർ കേസ് എന്ന വിശേഷം കൂടി മലേഗാവ് സ്ഫോടന കേസിനുണ്ട്. വർഷങ്ങളെടുത്തു. അത് എപ്പോഴാണ് വിധി പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടത് ശ്രീനാഥ്? ഹാഷ്മി, അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവന നടക്കും. ഇപ്പോൾ കോടതി ചേരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് പ്രതികളെല്ലാവരും തന്നെ കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ 17 വർഷക്കാലത്തിന് ശേഷമാണ് ഈ സംഭവം നടന്ന്, ഇത്രയധികം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേസിൽ ഒരു വിധി വരാൻ പോകുന്നത്. രാജ്യത്ത് തന്നെ ഇത്രയധികം നീണ്ടുനിന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടെറർ കേസ്, ഒരു തീവ്രവാദ കേസ് താരതമ്യങ്ങളില്ലാത്തതാണ്. മാത്രമല്ല, ഹിന്ദു തീവ്രവാദം, സാഫ്രൺ ടെറർ എന്നൊരു വാക്ക് പോലും രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയായി ഉയർന്നു വന്നതുപോലും ഈ മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണ്. അന്ന് 2008 സെപ്റ്റംബർ മാസത്തിൽ സ്ഫോടനം നടക്കുന്നു. 29-ാം തീയതി നാസിക്കിലെ മലേഗാവിലുള്ള ഒരു പള്ളിയോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു മോട്ടോർ സൈക്കിൾ പൊട്ടിത്തെറിക്കുന്നു. 6 പേർ കൊല്ലപ്പെടുന്നു, 100-ലേറെ പേർക്ക് പരിക്കേൽക്കുന്നു. അന്ന് ആദ്യം കേസ് അന്വേഷിച്ചത് ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ATS ആയിരുന്നു. തൊട്ടടുത്ത മാസം തന്നെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം ഈ പൊട്ടിത്തെറിച്ച ബൈക്കിന്റെ ഉടമ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ അറസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നീട് ഓരോരുത്തരെയും ATS അറസ്റ്റ് ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പേര് പ്രസാദ് പുരോഹിത്തിൻ്റെതാണ്. കേണൽ പ്രസാദ് പുരോഹിത്ത് ഒരു ആർമി ഉദ്യോഗസ്ഥനായി ഇരിക്കെ അദ്ദേഹം ഈ സ്ഫോടനത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകി എന്ന കണ്ടെത്തലാണ് ATSന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് ബോംബെ ഭീകരാക്രമണം അടുത്ത മാസം സംഭവിക്കുന്നുണ്ട്. നവംബർ മാസം സംഭവിച്ചു. അതിൽ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ATS ഈ കേസുമായി മുന്നോട്ട് തന്നെ പോയി. പക്ഷേ 2011 പിന്നീട് അത് NIA ഈ കേസ് ഏറ്റെടുക്കുന്നു. 2017 കുറ്റപത്രം സമർപ്പിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് 2016 പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ബൈക്കിന്റെ ഉടമ എന്ന് പറയുമ്പോൾ പോലും ആ ബൈക്ക് അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല കുറച്ച് കാലങ്ങളായി എന്നതായിരുന്നു NIAയുടെ വാദം. പക്ഷേ കോടതി അതന്ന് അംഗീകരിച്ചില്ല. അവരെ പ്രതിയായി തന്നെ ഈ കേസിൽ നിലനിർത്തുകയും ചെയ്തു. പിന്നീട് 2017 അവർക്ക് ജാമ്യം ലഭിച്ചതാണ്. ഏതായാലും നീണ്ടുനിന്ന വിചാരണ കാലത്തിന് ഒടുവിലാണ് ഇപ്പോൾ വിധി വരാൻ വേണ്ടി പോകുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.